എനിക്ക് ലില്ലി ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കുറേ നാളായത് തുറന്ന് ചേച്ചിയോട് പറയണമെന്ന് ഞാൻ കരുതിയിട്ട്. പറ്റിയത് ഇന്നാണ്. ഐ ലവ് യു ചേച്ചി. യാതൊരു തിടുക്കമോ വെപ്രാളമോ ഇല്ലാതെ, ലവലേശം പേടിയോ വിറയലോ ഇല്ലാതെ തൻ്റെ മുഖത്ത് നോക്കി പ്രണയം തുറന്നു പറഞ്ഞ് നടന്നു നീങ്ങുന്ന 18കാരനെ തുറിച്ച മിഴികളോടെ നോക്കി നിന്നുപോയി ലില്ലി. താൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന +2കാരനാണ്. അവനേക്കാൾ 3 വയസ്സ് കൂടുതലുള്ള തന്നോട് പ്രണയം തുറന്നു പറഞ്ഞ് യാതൊരു കൂസലും ഇല്ലാതെ പോകുന്നത് ആന്റണി. ആദ്യത്തെ പകപ്പ് മാറിയതും വിളിച്ചവനെ. എന്താ ചേച്ചി, എന്തെങ്കിലും പറയാനുണ്ടോ? തികച്ചും സാധാരണയെന്ന പോലെ ചോദിക്കുന്നവനെ ആട്ടിമൂടി നോക്കി ലില്ലി. നീപ്പോ എന്താണ് എന്നോട് പറഞ്ഞതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഇതെന്താ തമാശ വല്ലതാണോ? ചോദിച്ചു ലില്ലി. ഞാൻ തമാശ പറഞ്ഞതാണെന്ന് ചേച്ചിക്ക് തോന്നിയോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാണ്. കൂസലില്ല ആന്റണിയിൽ. നിന്റെയും എന്റെയും പ്രായം എത്രയാണെന്ന് നിനക്കറിയാമോടാ? നിന്റെ ഈ ഇഷ്ടം അത് നിന്റെ പ്രായത്തിന്റെ വെറും തോന്നലാണ് ആന്റണി. അതെല്ലാം മനസ്സിലാക്കി വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞ് നന്നായി പഠിക്കാൻ നോക്ക് നീ. നിന്റെ അമ്മച്ചിക്കും ചേച്ചിക്കും നീ മാത്രമേ ഉള്ളൂ എന്ന് മറക്കണ്ട. പഠിക്കാൻ മിടുക്കനായി യാതൊരു സ്വഭാവ ദൂഷ്യവുമില്ലാത്ത ആന്റണിയെ അവനെ പഠിപ്പിക്കുന്ന ആളെന്ന നിലയിൽ വലിയ ഇഷ്ടമാണ് ലില്ലിക്ക്. ആ ഇഷ്ടത്തോടെ തന്നെയാണ് ലില്ലി അവനെ കാര്യങ്ങൾ ബോധിപ്പിച്ച് ഉപദേശിച്ചതും. എന്റെ ഇഷ്ടം അതെന്റെ അല്ലേ ചേച്ചി? ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല. ഇന്നീ പറഞ്ഞതല്ലാതെ ഇനി ഇതും പറഞ്ഞ് ഞാൻ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുകയില്ല, പേടിക്കണ്ട. ചുണ്ടിലെ ചിരി മായാതെ തന്നോട് പറയുന്നവനെ പകപ്പോടെ നോക്കി ലില്ലി. അവൻ വെറുമൊരു തമാശ പറയുക അല്ല എന്ന് അവൾ തിരിച്ചറിയുക കൂടി ചെയ്തു അന്നേരം. പിന്നെ എന്നെക്കാൾ വെറും 3 വയസ്സ് മാത്രമാണ് ചേച്ചിക്ക് കൂടുതൽ. അതൊന്നും ഇന്നാർക്കും ഒരു പ്രശ്നമല്ലാട്ടോ ചേച്ചി. തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ സ്വാഭാവികമെന്നോണം ആന്റണി പറഞ്ഞതും ഒരു വിറയൽ പാഞ്ഞു ലില്ലിയിൽ. ദിവസങ്ങൾ ഓരോന്നും തികച്ചും സാധാരണമെന്നോണം കടന്നുപോയിക്കൊണ്ടിരുന്നു. ആന്റണിയുടെ ക്ലാസ്സിൽ ട്യൂഷൻ എടുക്കാൻ ലില്ലി വരുമ്പോൾ മുതൽ പോകുന്നത് വരെ അവളെ കൺചിമാതെ നോക്കിയിരിക്കും ആന്റണി. ആ നോട്ടം വല്ലാത്തൊരു വീർപ്പുമുട്ടൽ സൃഷ്ടിക്കും ലില്ലിയിലെങ്കിലും അവൾ അവനെ ശ്രദ്ധിക്കുന്നതായി ഭാവിച്ചതേയില്ല. ആ നോട്ടത്തിനപ്പുറം യാതൊരു ശല്യവും ലില്ലിക്കുണ്ടാക്കിയില്ല ആന്റണിയെങ്കിലും ലില്ലിയെ കാണുന്ന മാത്രയിൽ ആന്റണിയിൽ തെളിയുന്ന പ്രണയഭാവവും തിളക്കവും ലില്ലിയെ വീർപ്പുമുട്ടിച്ചു പലപ്പോഴും. ഉയർന്ന മാർക്കോടെ +2 പാസ്സായ ആന്റണി തുടർ പഠനത്തിന് അമ്മാച്ചന്റെ വീട്ടിലേക്ക് താമസം മാറ്റിയത് ലില്ലിക്കൊരാശ്വാസമായി തോന്നിയെങ്കിലും തന്നെ കാണുമ്പോൾ പ്രണയത്താൽ തിളങ്ങിയിരുന്ന 2 മിഴികളുടെ അഭാവം അവളിലൊരു ശൂന്യത നിറയ്ക്കുക തന്നെ ചെയ്തു. 2 വർഷങ്ങൾ കടന്നുപോയത് വളരെ വേഗത്തിലാണ്. ലില്ലി കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചില്ലേ? പള്ളിയിൽ വെച്ചൊരു നാൾ ആന്റണിയുടെ അമ്മ ചോദിക്കുമ്പോൾ ലില്ലിയുടെ നോട്ടം ചെന്നെത്തിയത് അവർക്കൊപ്പം നിൽക്കുന്ന ആന്റണിയിലേക്കാണ്. പകപ്പ് നിറഞ്ഞൊരു മുഖത്തോടെ തന്നെ നോക്കുന്നവനെ കണ്ടതും മുഖം വെട്ടിച്ചവൾ. അവന്റെ കണ്ണിൽ അപ്പോഴും അവളോടുള്ള പ്രണയത്തിന്റെ ജ്വാലകൾ ആളിയിരുന്നൊരു 20കാരന് ചേരാത്ത വിധത്തിൽ. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതിയായിരുന്നില്ലേ മോളെ കല്യാണം? ചെറുപ്രായമല്ലേ നീ? വീണ്ടും അമ്മ ചോദിക്കുമ്പോഴും അവിടെ നിന്ന് വേഗത്തിൽ മാറി നടന്നിരുന്നു ആന്റണി. എല്ലാം തകർന്നെന്ന പോലെ നടന്നു നീങ്ങുന്നവൻ മനസ്സിലൊരു നീറ്റൽ സൃഷ്ടിച്ചെങ്കിലും ഒരു ചിരി അണിഞ്ഞതിനെ നേരിട്ടു ലില്ലി. ജീവിതം പലപ്പോഴും നേരം പോക്കല്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ചവൾക്ക് അതിനെ പറ്റുള്ളായിരുന്നു. ഉള്ളിലെ ഇഷ്ടത്തെ കുഴിച്ചുമൂടാൻ ഒന്നുമില്ലെന്ന് ഭാവിക്കാൻ. പള്ളിയിൽ വെച്ച് ലില്ലി പീറ്ററിന്റെ മിന്നു സ്വീകരിക്കുമ്പോഴും അവന്റെ മണവാട്ടിയായി അവനൊപ്പം കാറിൽ ലില്ലി കയറുമ്പോഴും അതെല്ലാം കൺനിറച്ച് കണ്ടുകൊണ്ട് ആൾക്കൂട്ടത്തിന് മുന്നിൽ തന്നെ അവനും ഉണ്ടായിരുന്നു ആന്റണി. ഉള്ളിലെ നൊമ്പരം കണ്ണിൽ നിറച്ചുകൊണ്ട് മാസങ്ങൾ കടന്നുപോയൊരു നാൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് ലില്ലി സ്വന്തം വീട്ടിൽ തിരികെ എത്തി. ലില്ലിക്കൊച്ചേ, എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം? കാണുന്നവരെല്ലാം ഒരേ ചോദ്യം മാത്രം ചോദിച്ചു തുടങ്ങിയതും വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാതെയായി ലില്ലി. ആന്റണി, നിന്റെ പഠിത്തമെല്ലാം എങ്ങനെ പോകുന്നു? തീരെ പ്രതീക്ഷിക്കാതെ ഒരു നാൾ ആന്റണിയെ മുന്നിൽ കണ്ടതും ഉള്ളിലെ പിടച്ചിലടക്കി നിർത്തി ചോദിച്ചു ലില്ലി. ഡിഗ്രി ക്ലാസ് കഴിയാറായി ചേച്ചി. സാധാരണ എന്ന പോലെ ആന്റണി മറുപടി പറയുമ്പോൾ അവന്റെ കണ്ണിൽ തന്നോടിപ്പോഴും തിളങ്ങുന്ന പ്രണയമുണ്ടോയെന്ന് തേടി ലില്ലി. ചേച്ചി എന്താ ജോലിക്കൊന്നും ശ്രമിക്കാതെ വീട്ടിലിരിക്കുന്നത്? ജോലിക്ക് പൊക്കൂടെ ചേച്ചിക്ക്? തന്റെ കണ്ണിലെ പ്രണയം തിരയുന്നവളോട് ആന്റണി തിരികെ തിരക്കിയതും ഒന്നമ്പരന്നു ലില്ലി. ജോലിക്ക് ശ്രമിക്കണം. മറുപടി പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ നിറയുന്നുണ്ട് ലില്ലിയുടെ മിഴികൾ. ഇനിയൊരുവന്റെ പ്രണയത്തെ തള്ളിക്കളഞ്ഞ് താൻ നേടിയ ജീവിതത്തിന്റെ കയ്പ് തികട്ടി അവളുടെ ഉള്ളിൽ. തന്നെ ഒരു ഭാര്യയായി കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ പീറ്ററിന്റെ മുന്നിൽ അവന്റെ ദയയ്ക്കും സ്നേഹത്തിനും വേണ്ടി കെഞ്ചി കരഞ്ഞു നിന്ന തന്റെ തന്നെ രൂപം തെളിഞ്ഞു അവളിൽ. എത്ര നിസ്സാരമായാണ് പീറ്റർ തന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്ന ഓർമ്മയിൽ പിടഞ്ഞു ലില്ലി. നടന്നു പോകുമ്പോൾ അവളെ കണ്ണു ചിമ്മാതെ പുറകിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആന്റണി.
പഴയ അതേ പ്രണയത്തോടെ. ഇന്നാണ് ആന്റണി SI ആയി ചാർജ് എടുക്കുന്നത്. അവന്റെ വർഷങ്ങളുടെ ശ്രമത്തിന്റെ ഫലം. ആ ചടങ്ങിലേക്ക് ആരും അറിയാതെ ചെന്ന ലില്ലി ഒരാളുടെയും ശ്രദ്ധയിൽപ്പെടാതെ ദൂരെ മാറി നിന്നെങ്കിലും കൃത്യമായി അവളെ തേടി കണ്ടെത്തുകയായിരുന്നു ആന്റണി. ചടങ്ങുകൾ കഴിഞ്ഞുള്ള ചെറിയ സൽക്കാരവേളയിൽ പിന്തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയ ലില്ലിയുടെ കൈയിൽ പിടിമുറുക്കി ആന്റണി സദസ്സിന് നടുവിലേക്ക് അവളെ കൊണ്ടുവന്നതും ഞെട്ടി ലില്ലി. ഇത് ലില്ലി, വർഷങ്ങളായുള്ള എന്റെ പ്രണയം. തങ്ങളെ നോക്കുന്നവർക്ക് മുന്നിലേക്ക് ലില്ലിയെ ചേർത്ത് പിടിച്ചു ചെന്ന് ആന്റണി പറഞ്ഞതും ഞെട്ടി ലില്ലി. ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിലൊന്നും പിന്നീടൊരിക്കൽ പോലും അവൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ചെന്നിട്ടില്ല. കാണുമ്പോഴുള്ള ചിരിക്കപ്പുറം ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. എന്നാൽ അവനോടുള്ള പ്രണയത്താൽ ഭ്രാന്ത് പിടിച്ചിരുന്നു ലില്ലിക്ക്. തുറന്നു പറയാൻ ധൈര്യമില്ലാതെ, പ്രണയം പറയാൻ കഴിയാതെ അവനെ ഓർത്ത് നീറി തകർന്നവൾ ഇക്കാലമത്രയും. എന്നെ എന്തിനാടാ നിനക്ക്? അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞവൾ ചോദിച്ചതും തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചവളെ ആന്റണി. നിന്നെ എനിക്ക് വേണ്ടത് പ്രണയിക്കാനാണടി ചേച്ചി. എന്റെ പ്രണയം പകർന്നു തരാൻ നിന്നെ വേണം എനിക്ക്. നിന്റെ പ്രണയം അറിയാനും എനിക്ക് നിന്നെ വേണം. പിന്നെ ഇതൊന്നും അല്ലാതെ ഒരു പുരുഷന് തൻ്റെ ഇണയോട് തോന്നുന്നതെല്ലാം ചെയ്യാൻ എനിക്ക് നിന്നെ വേണം. നിന്നെ മാത്രമേ വേണ്ടൂ. നെഞ്ചോടടുക്കി പിടിച്ചവളുടെ കാതോരം മെല്ലെ പറയുമ്പോൾ നീണ്ട വർഷങ്ങളുടെ പ്രണയനോവിനാൽ 2 തുള്ളി കണ്ണുനീരിറ്റിച്ചിതറി ആന്റണിയുടെ കണ്ണിൽ നിന്നും. അവന്റെ പ്രണയവും കാത്തിരിപ്പുമെല്ലാം സത്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പല വഴി കറങ്ങിയൊടുവിൽ അവരുടെ ഈ ഒന്നാവൽ സംഭവിച്ചതും. ഇനി പ്രണയിക്കട്ടെ അവർ കാലങ്ങളോളം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.